നമസ്കാരം. പവനായിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വിഭവം സ്റ്റഫ്ഡ് ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് പീസാക്കിയ 1 കിലോ ചിക്കൻ, സവാള ഒരു 8 എണ്ണം, വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം, 1 പീസ് ഇഞ്ചി, ഒരു 3 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്, ഒരു 6 ഗ്രാമ്പു, 1 കഷ്ണം കറുകപ്പട്ട, 2 ടീസ്പൂൺ പെരുംജീരകം, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിൻ്റെ അനുസരിച്ച് ചേർക്കാം. പിന്നെ 1 പാക്കറ്റ് പപ്പടം. ഇത്രയാണ് സ്റ്റഫ്ഡ് ചിക്കന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ. ഈ സവാളയും ഇഞ്ചിയും വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കറുകപ്പട്ട, ഇത് പീസാക്കിയതാണ്, മുമ്പ് നമ്മൾ വലിയ കറുകപ്പട്ടയാണ് കാണിച്ചത്. ആ കൂട്ടത്തിൽ തന്നെ ഗ്രാമ്പും അങ്ങോട്ടിട്ട് പെരുംജീരകം കൂടിട്ട് നന്നായി വറുത്തെടുക്കുക. എണ്ണ ഒഴിക്കേണ്ട, വെറുതെ വറുത്തെടുത്താൽ മതി. അത് വറുത്തെടുത്ത് പൊടിക്കാനെ കൊണ്ടാണ് ഒരു മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. ഇതങ്ങ് വറുത്തെടുക്കുകയാണ്. ഇങ്ങനെ വറുത്തതിന് ശേഷം കുക്കറിലേക്ക് ചിക്കൻ പീസ് ഇട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളക് പൊടിയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം ഒരല്പം വെള്ളമൊഴിച്ച് ഒരു 2 വിസിലടിക്കുന്നത് വരെ ഈ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കും. 2 വിസിലടിച്ചതിന് ശേഷം ഒരല്പം നേരം മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഈ സവാളയ്ക്ക് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വഴറ്റി ഈ സവാളയ്ക്ക് നല്ലൊരു ബ്രൗൺ കളറാവും, അതുവരെ നമ്മൾ വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മൾ സവാള വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഈ പരുവാകുന്നത് വരെ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റിയെടുത്ത സവാള നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്കിട്ട് അതോടൊപ്പം തന്നെ മസാലക്കൂട്ടുകളും ഇടുക. അതായത് ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, അതും കറുകപ്പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ച് വെച്ച് ആ മസാലക്കൂട്ടുകളെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കിയെടുക്കുക. ഇങ്ങനെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് ഒരു 5 മിനിറ്റ് വീണ്ടും വേവിക്കുക. ഈ മസാല ഇറച്ചിയിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് വേവിക്കുക. വേവിച്ച് ഇത് അല്പനേരം തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് പപ്പടത്തിൻ്റെ സൈഡ് മാത്രം കുതിർത്തെടുക്കുക. സൈഡ് മാത്രമേ കുതിർത്തെടുക്കുന്നുള്ളൂ, അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കുതിർത്തെടുക്കുക. ഇങ്ങനെ സൈഡ് കുതിർത്ത പപ്പടത്തിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കോരി വയ്ക്കുക. കോരി വെച്ച് അതിൻ്റെ സൈഡ് ഇതേപോലെ നല്ലതുപോലെ മടക്കുക. ഇതേപോലെയാണ് നമ്മൾ മടക്കിയെടുത്തിരിക്കുന്നത്. ഈ സൈഡ് ഒട്ടിച്ച് ഇതിൻ്റെ സെൻട്രലായിട്ട് ചിക്കൻ വരുന്ന രീതിയിൽ സൈഡ് ഒട്ടിച്ച് എടുത്തിരിക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിൽ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയം നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഈ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ചൂടായോ എന്ന് നോക്കാം. ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പീസുകളൊക്കെ അങ്ങോട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത്
ഒരു പ്രാവശ്യം തിരിച്ചിടുകയും വേണം. നമ്മൾ 2 സൈഡും വേകാനായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചിടുകയും കൂടി വേണം. അങ്ങനെ നമ്മുടെ സ്റ്റഫ്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് സ്റ്റഫ്ഡ് ചിക്കൻ ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഓരോ സുഹൃത്തുക്കളും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറക്കരുതേ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി ഇതൊന്ന് ടേസ്റ്റ് കൂടി നോക്കണം. നമുക്കിനി ടേസ്റ്റ് കൂടി ഒന്ന് നോക്കാം. കിടങ്ങായിരിക്കുന്നു. എൻ്റെ എല്ലാ വീഡിയോകളും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ നല്ലവരായ ചങ്ക് ബ്രോകൾക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ നല്ല ചങ്ക് ബ്രോയ്ക്കും ബൈ.